This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യമെന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവിക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്.
The glory of God means the visible, tangible and the audible presence of God. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 88 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് വിശുദ്ധ വേദപുസ്തകം മരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിച്ച് തൻ്റെ ജീവനെയും ആത്മാവിനെയും അവർക്ക് ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവജീവനും ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർക്കുകയാണ്. ഇനി ഓരോ നിമിഷവും ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മാവിൻ്റെ നിറവിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് ഒരുവൻ വളരുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം ഒരുവൻ്റെ ആത്മാവിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനം അവൻ്റെ അകത്ത് ജീവനായിത്തീരുന്നു, ആത്മാവായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവൻ നൽകുന്ന വൃക്ഷവും ജ്ഞാനം നൽകുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തെരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങിയാണ് നാം പഠനം ആരംഭിച്ചത്. ദൈവവചനങ്ങൾക്ക് ഏറെ ശ്രദ്ധ കൊടുക്കണം. ഏത് നിമിഷവും ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കണം, രാവും പകലും ധ്യാനിക്കണം, ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കണം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. എന്താണ് നാം കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്,
ആത്മീക അഭിവൃദ്ധിയിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ നമ്മെ സഹായിക്കുന്ന തികഞ്ഞ പുരുഷത്വത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നമ്മെ വളർത്തിയെടുക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ സഹായിക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താൻ്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ സഹായിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും മോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ സകല തന്ത്രങ്ങളുടെയും പരീക്ഷകളുടെയും മീതെ ജയാളികളാക്കി തീർത്ത് യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുവാൻ ശക്തിയുള്ള ദൈവവചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. സദൃശവാക്യം 4-ാം അധ്യായം 22-ാം വാക്യം നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. ദൈവത്തിൻ്റെ വചനം ഒരുവൻ്റെ ഹൃദയത്തിൽ ലഭ്യമാകുന്നതിനെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള 8 പോയിൻറ്റ്സുകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തേത്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ദൈവം നമ്മുടെ ബുദ്ധിയിലേക്കും ഹൃദയത്തിലേക്കും സ്വതന്ത്രമാക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, വചനം നമ്മെ പഠിപ്പിക്കുന്നത്, വചനം നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്, വചനം അനുസരിപ്പാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. രണ്ടാമതായി, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ, ബുദ്ധിയെ പ്രകാശിപ്പിക്കുക എന്നതാണ്. പാപത്താൽ വീണുപോയ മനുഷ്യൻ്റെ ബുദ്ധി ഇരുണ്ടുപോയി. രണ്ടാമത്, സാത്താൻ അവൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും കുരുടാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇരുണ്ടുപോയ ബുദ്ധിയിൽ, കുരുടാക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധിയിൽ ദൈവിക പരിജ്ഞാനം ഉണ്ടാകുന്നില്ല, വചനത്തെ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. ദൈവം അതുകൊണ്ട് നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുകയാണ്, ബുദ്ധിയെ തുറക്കുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ പ്രകാശിപ്പിക്കപ്പെടുന്ന, തുറക്കപ്പെടുന്ന ബുദ്ധിയിൽ മാത്രമേ ആത്മീയ ജ്ഞാനം പ്രാപിക്കുവാൻ കഴിയുന്നുള്ളൂ, വചനം സ്വീകരിപ്പാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ ബുദ്ധി തുറക്കപ്പെട്ടതാണ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിക്കാതെ പോകുന്നത്? പല ആൾക്കാരും ഈ എപ്പിസോഡ്സ് കണ്ട ശേഷം പറയുന്നൊരു കാര്യമുണ്ട്, താങ്കൾ പറയുന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വിശ്വാസികൾ പറയുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായ ആത്മീയ സത്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നത്? യേശു കർത്താവ് പഠിപ്പിച്ച വിതകാരൻ്റെ ഉപമയിലൂടെ ഞാനിത് വ്യക്തമാക്കാം. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുകയാണ്. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, മറ്റു ചിലത് പാറസ്ഥലത്ത് വീണു, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മറ്റു ചിലത് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടു. ഈ 4 നിലങ്ങൾ വ്യക്തമാക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ, ബുദ്ധിയുടെ വ്യത്യസ്തമായ നിലവാരത്തെക്കുറിച്ചാണ്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 19-ാം വാക്യത്തിൽ യേശു കർത്താവ് ഈ ഉപമ വ്യാഖ്യാനിക്കുകയാണ്. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തുകളയുന്നു. വചനം കേട്ടു, പക്ഷേ അവൻ ഗ്രഹിച്ചില്ല. അത് ഗ്രഹിക്കുവാനുള്ള പ്രാപ്തി അവൻ്റെ മനസ്സിനും ഹൃദയത്തിനുമില്ല.
പിശാച് വന്ന് ആ വചനത്തെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തുകളയാണ്. പാറസ്ഥലത്ത് വീണതിനെക്കുറിച്ച് 20-21 വാക്യത്തിൽ കർത്താവ് വ്യക്തമാക്കുന്നു. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. അവൻ സന്തോഷത്തോടെ വചനം കേട്ടു. പക്ഷേ വചനം കേട്ടു കഴിഞ്ഞപ്പോൾ ചില പരിശോധനകളുണ്ടായി. അവൻ്റെ ഹൃദയത്തിൽ ബലമില്ലാത്തതുകൊണ്ട് അവൻ ഉറച്ചു നിന്നില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വാക്യം 22, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. ഒരുത്തൻ വചനം കേട്ടു, പക്ഷേ അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ, മനസ്സിൻ്റെ ചിന്തയുടെ അവസ്ഥ അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അവൻ്റെ ഹൃദയം മുഴുവനും ഇഹലോകത്തിൻ്റെ ചിന്തകളാണ്. ഭൗതിക വിഷയത്തെക്കുറിച്ചുള്ള ആകുല ചിന്തകളാൽ അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ധനത്തിൻ്റെ വഞ്ചന അവൻ്റെ അകത്തുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ കൂടെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടെ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതും കൂടെ വായിച്ചു കേൾപ്പിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. അതായത് ഇഹലോകത്തിൻ്റെ ചിന്തകൾ, 2 ധനത്തിൻ്റെ വഞ്ചന, 3 മറ്റ് വിഷയമോഹങ്ങൾ, ഡിസയേഴ്സ് ഓഫ് അതർ തിങ്സ്. അതായത് ഈ ലോകത്തിൻ്റെ വസ്തുവകകൾ, അവയുടെ മോഹങ്ങളാണ്. നാളെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ, ഭൗതികമായ വിഷയത്തിൻ്റെ ഭാരങ്ങൾ, ധനം, അതിൻ്റെ വഞ്ചന, അതുപോലെ മറ്റ് വിഷയമോഹങ്ങൾ, ലോകത്തിൻ്റെ നന്മകളോടുള്ള ആർത്തി, മോഹങ്ങൾ അവൻ്റെ അകത്ത് കടന്ന് മുള്ളിനെ പോലെ വളർന്ന് അവൻ്റെ ഹൃദയത്തെ ഞെരുക്കുന്നു, വചനത്തെ ഞെരുക്കുന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 14-ാം വാക്യം വായിച്ചു കേൾപ്പിക്കാം. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. സംസാരഭോഗമെന്ന് പറഞ്ഞാൽ ജീവിത സുഖഭോഗങ്ങൾ എന്നാണ് അർത്ഥം. പ്ലഷേഴ്സ് ഓഫ് ലൈഫ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. 1, ഇഹലോക ചിന്തകൾ, അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ, ഭാരങ്ങൾ, നിഷേധാത്മകമായ സകല വികാരങ്ങളും. 2, ധനത്തിൻ്റെ വഞ്ചന. ഒരുവൻ ദൈവത്തെക്കാളും ആത്മീയ കാര്യത്തെക്കാളും ധനത്തെ സ്നേഹിക്കുമ്പോൾ ആ ധനം അവനെ വഞ്ചിക്കുകയാണ്. ദ്രവ്യാഗ്രഹം സകലവിധമായ ദോഷത്തിനും കാരണമായി തീരുകയാണ്. അവൻ പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുകയാണ്. മാത്രമല്ല, ജീവിത സുഖഭോഗങ്ങൾ, ജഡീക മോഹങ്ങൾ, ഭൗതിക വസ്തുക്കളോടുള്ള ഭ്രമം, മറ്റ് വിഷയമോഹങ്ങൾ, ഇതെല്ലാം അവൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുന്നത് അവൻ്റെ ചിന്തകളിലൂടെയാണ്, അവൻ്റെ മനസ്സിലൂടെയാണ്.
ഇത്രയും കാര്യങ്ങൾ ഒരുവൻ്റെ അകത്ത് മുള്ളുപോലെ വളർന്നു വരികയാണ്. വചനം അവൻ്റെ അകത്ത് വന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വചനത്തെ ഞെരുക്കുവാൻ തുടങ്ങുന്നു. വചനത്തെ മാത്രമല്ല ഞെരുക്കുന്നത്, അവൻ്റെ ഹൃദയത്തെ ഞെരുക്കുന്നു, മനസ്സിനെ കലക്കുന്നു. അതുകൊണ്ട് അവന് പൂർണ്ണമായി ഫലം കൊടുക്കുവാൻ കഴിയുന്നില്ല. ദൈവമക്കൾ നിരന്തരം വചനം വായിക്കുന്നവരും കേൾക്കുന്നവരും പറയുന്നവരുമൊക്കെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വചനം ഫലം പുറപ്പെടുവിക്കാത്തത്? ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ എല്ലാ വികാരങ്ങളും കടന്നുകൂടി അവൻ്റെ ഹൃദയത്തെ മനസ്സിനെ ഞെരുക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ, നിരാശയോ ദുഃഖമോ ഭാരമോ ഭയമോ, നാളെക്കുറിച്ചുള്ള ആകുല ചിന്തകളോ ഭാവിയെക്കുറിച്ചുള്ള പ്രയാസങ്ങളോ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള നിരാശകളോ ഒക്കെ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ബുദ്ധിയെ അധികമായി പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നിങ്ങളുടെ ഹൃദയം ധനമോഹത്തിലും ജീവിത സുഖഭോഗങ്ങളിലും പെട്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാനോ ബുദ്ധിയെ പ്രകാശിപ്പിക്കുവാനോ വചനത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാനോ വചനത്തിൻ്റെ ഫലം വഹിക്കുവാനോ ഒരു വ്യക്തിക്ക് കഴിയുന്നതല്ല. വെളിപാട് പുസ്തകത്തിൽ 7 സഭയ്ക്കുള്ള ദൂതെഴുതുമ്പോൾ അവസാനത്തെ സഭ ലവദോക്യ സഭയാണ്. ആ ലവദോക്യ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെളിപാട് പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കിയാൽ, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്കു വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ലവദോക്യ സഭയുടെ അവസ്ഥ കണ്ടോ? അവർ കുരുടരായി തീർന്നു. ആത്മീയമായ എല്ലാ തരത്തിലുമുള്ള ദാരിദ്ര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, നഗ്നനാണ്, മാത്രമല്ല അവൻ കുരുടനാണ്. ആത്മീയ അന്ധത പിടിപെട്ടു കഴിഞ്ഞു. ദൈവത്തിൻ്റെ സത്യം ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. അവൻ്റെ ഹൃദയം ഇരുണ്ടുപോയി, മനസ്സ് വീണ്ടും കുരുടാക്കപ്പെട്ടു. എന്താ കാരണം? ജീവിത സുഖഭോഗങ്ങൾ, ധനം, അതിൻ്റെ വഞ്ചന. അവന് ഭൗതികമായ എല്ലാ നന്മകളും ഉണ്ടായിക്കഴിഞ്ഞു. ധനം അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവനെ വഞ്ചിച്ചു കഴിഞ്ഞു. അവൻ്റെ ഹൃദയം ഇരുണ്ടുപോയി. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചത് നിത്യരാജ്യം പ്രാപിക്കാൻ വേണ്ടിയാണ്, വരുവാനുള്ള ഭാവി ലോകം പ്രാപിക്കാൻ വേണ്ടിയാണ്, ദൈവജീവനെ പ്രാപിച്ച് അവൻ്റെ തേജസ് പ്രാപിക്കാൻ വേണ്ടിയാണ്. ഈ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ബുദ്ധിയിലേക്ക് ഇറങ്ങി വരണം. ആ പ്രകാശനം നിരന്തരം വർദ്ധിക്കണം. വചനത്തിൻ്റെ വെളിപാടുകൾ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പുരോഗമനപരമായി വചനത്തിൻ്റെ വെളിപാടിൽ നിങ്ങൾ വർദ്ധിക്കുന്നില്ലെങ്കിൽ, ഈ പറഞ്ഞ ലോകത്തിൻ്റെ വിഷയങ്ങളെല്ലാം അകത്തു കടന്ന് നിങ്ങളുടെ ബുദ്ധിയെ
ചിന്തകളെ, ഹൃദയത്തെ ഇരുട്ടാക്കിക്കളയും. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ.